ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അതും വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പേടയാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബർബൺ ബിസ്ക്കറ്റാണ്. ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് ബർബൺ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് വേണ്ടത് 5 ടീസ്പൂൺ പാല്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ മുന്തിരിയും അതുപോലെ ബദാമുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടി. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ്സ് ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ്സ് എല്ലാം നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് നമുക്ക് ഏതാണ്ട് 3/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അതായത് ബദാം, കാഷ്യൂനട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചായി പാല് ചേർത്ത് കുഴച്ചെടുക്കണം. നമ്മൾ ഉപയോഗിച്ച ബിസ്ക്കറ്റിനകത്ത് ക്രീമുള്ള കാരണം നന്നായി ഓയിൽ റിലീസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് വേറെ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കി മാറ്റി അത് നമുക്ക് പേടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് പേട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടെ എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.